ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഹീറോ വാതൽ വന്ന് ചെയ്ത് ശരി ഓക്കെ പഠിക്കുവാന്ന് ജങ്കുക്കിനോട് പറയാൻ തുടങ്ങി. ജങ്കുക്ക് പഠിപ്പിക്കാൻ തുടങ്ങി ഹീറോയി. ജങ്കുക്ക് ഇടുപ്പിന് മേലെ കണ്ണായിരുന്നു ജങ്കുക്ക്. അങ്ങനെ ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു ജങ്കുക്ക്. എനിക്ക് ഒരുമാതിരി ആവുന്നത് ജങ്കുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി ജങ്കുക്ക്. ഹീറോയി ശരി ഓക്കെ അങ്ങനെ ജങ്കുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ ജങ്കുക്ക് ഇങ്ങനെ ജങ്കു ക്ലാസ് പഠിപ്പിക്കുകയായിരുന്നു ഹീറോയിൻ. അങ്ങനെ ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു ഹീറോയിൻ ഒരുമാതിരി നോക്കായിരുന്നു ജങ്കുക്ക്. ഹീറോയ്ക്ക് മനസ്സിലായി. എന്താടാ നീ നോക്കുന്നു? ഒന്നുമില്ല എന്ന് ജങ്കുക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഫോൺ കോൾ വന്നു. ഒരു മിനിറ്റ്. ഹലോ, എന്ത് പറ്റി? ജിമിൻ പറഞ്ഞു, എടാ അതിൽ എനിക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ അലവക്ക് വേണ്ടി, അത് വെച്ച് യൂസ് ചെയ്തോടാ. ജങ്കുക്ക് അത് നോക്കി. ജങ്കുക്ക് ഷോക്കായി. അങ്ങനെ ബാത്റൂം പോയി അത് യൂസ് ചെയ്തു. ജങ്കുക്ക് വന്നു. അങ്ങനെ ജങ്കുക്ക് ഒരുമാതിരി അയ്യോ എങ്ങനെ കേൾക്കാം. ജങ്കുക്ക് ഭയങ്കര ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായി ഇവനക്ക് ഒരുമാതിരിയുണ്ട്. എന്താടാ പറ്റി? ഒന്നുമില്ല അങ്ങനെ ജങ്കുക്ക് മാതിരിയായിരുന്നു. ശരി ഹീറോയി പഠിപ്പിക്കായിരുന്നു. ശരി ഓക്കെ എന്താ പറ്റി ജങ്കുക്ക്? ഒന്നുമില്ല മാഡം. അത് ജങ്കുക്ക് പറയാൻ തുടങ്ങി. മാഡം എനിക്കൊരു കാര്യം വരണ്ട്. പറഞ്ഞോടാ എന്ത് പറ്റി? മാം അത് അത് ഞങ്ങൾ ലവ് ചെയ്തു. ഹീറോയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എന്താ ലവ് ചെയ്തതാണ്? പഠിക്കുന്ന പ്രായത്തിൽ ലവ് അതൊന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പഠിക്കുന്ന പ്രായം ലവ് അതും ഒന്നുമില്ല. നീ പഠിക്കണേ നിനക്ക് നല്ലത്. ജങ്കുക്കിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഹീറോയി റിജക്റ്റ് ചെയ്തു. ജങ്കുക്ക് സാഡായി. എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഡെയിലി ഇങ്ങനെ കുറച്ചിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞു ഇങ്ങനെ ജങ്കുക്ക് റിജക്റ്റ് ചെയ്തു. ഹീറോയ്ക്ക് സാഡായിരുന്നു. ഹീറോയിൻ മമ്മി, ഹലോ മോളെ എന്ത് പറ്റി? അമ്മ പോയിട്ട് എത്തിക്കഴിഞ്ഞോടേ? ജങ്കുക്ക് ഒന്നുമില്ലായിരുന്നു, വിഷമമായിരുന്നു. ജങ്കുക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് ജങ്കുക്ക് പോയി സ്കൂൾ ഭയങ്കര സാഡായിരുന്നു ജങ്കുക്ക്. അങ്ങനെ ജങ്കുക്ക് സാഡായി. ഹീറോയ്ക്ക് മനസ്സിലായി. ശരി ഓക്കെ ഇനി സംസാരിച്ച് പറ്റും. ഒന്നും നേരെ ഫുഡ് ഒന്നും കഴിക്കില്ല. ജങ്കുക്ക് ഒരുമാതിരി സാഡായിരുന്നു. ശരി ഓക്കെ ഇനി ഞാൻ സംസാരിച്ച് നോക്കാം. അങ്ങനെ സ്കൂൾ വീട്ടിലേക്ക് വന്നു ജങ്കുക്ക്. എന്ത് പറ്റി ജങ്കുക്ക്? മാഡം അത് നീ സീരിയസ് ആണോ? സീരിയസ് പറഞ്ഞാൽ നീ എൻ്റെ മേലെ സീരിയസിലാണോ ലവില്? അതെ അതെ അതെയാണ്. ശരി ഓക്കെ സീരിയസ് ആണല്ലോ. എന്ത് പ്രശ്നം വന്നാൽ നീ എൻ്റെ കൂടെ ഉണ്ടാവും. ഉണ്ടാവും പ്രൊഫസർ. ശരി ഓക്കെ എന്താ ഇത് നീ കഴിച്ചോ? എന്ത്? ശരിടാ നീ ഫുഡ് കഴിച്ചോ? കഴിച്ചോളാം പ്രൊഫസർ. ശരി ഓക്കെ എന്നൊരു ഇതാക്കി. എന്താടാ ഇത്? എന്നിട്ട് ഹീറോയി പറയുന്നതാണ്. ശരി ഓക്കെ എന്നാൽ ഹീറോ നീ പഠിച്ചോ ഫസ്റ്റ് എന്ന് ഹീറോയി പറഞ്ഞു. അതുകൊണ്ട് ഹീറോ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി 20 ദിവസം കഴിഞ്ഞ് ചെന്നിട്ട് എന്തോ പ്രശ്നം അങ്ങനെ ഹീറോയിൻ മമ്മി പുറത്ത് വന്നു. എന്താ മമ്മി പ്രശ്നം? 24 ഇന്ന് കഴിഞ്ഞു. അതേ മോളെ 24 ഇരുന്ന് കഴിഞ്ഞു. 24 നിൽക്കാൻ പറഞ്ഞായിരുന്നു ആൻറ്റി. ഇന്ന് പോയിട്ട് എത്ര ദിവസമായി? 8 ദിവസമായി മോളെ. അവൾ പിറകെ വന്ന പ്രശ്നമായി പോയി. അങ്ങനെ ഹീറോയിൻ നടന്ന കാര്യം പറഞ്ഞു ഹീറോയിൻ മമ്മി. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പിയായി. ശരി ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞു ഹീറോയി സംസാരിച്ചു മമ്മീനോട് പറഞ്ഞു. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛനക്ക് വയ്യാതായ. അച്ഛൻ പറഞ്ഞ കുറച്ച് കഷ്ടമായിരുന്നു. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛൻ പറഞ്ഞു ഇപ്പം എന്താ ചെയ്യുക? ജങ്കുക്കിൻ്റെ അച്ഛൻ മാത്രം അമ്മയില്ല, അച്ഛനക്കും കഴിയില്ല. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛനക്ക് ഇനി കുറച്ച് നാൾ ജീവിക്കും എന്ന് പറഞ്ഞു. അവന് ജങ്കുക്കിനെ ആരും നോക്കാന് അവരുടെ ഫാമിലി ഒരു ഇതും ഇല്ല. അത് ജങ്കുക്കിൻ്റെ അച്ഛൻ അമ്മ സാഡായിരുന്നു. അത് ഹീറോയിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി, നിങ്ങൾ വിഷമിക്കേണ്ട, ജങ്കുക്കിനെ ഞങ്ങൾ നോക്കിയോളാം പറഞ്ഞു. അതുകൊണ്ട് ജങ്കുക്കിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി, എന്താടാ ചെയ്യുക? ഒന്നും ചെയ്യില്ല സംബന്ധി അത് ജങ്കുക്കിനെ മാരേജ് കഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ജങ്കുക്ക് ഞങ്ങൾ മാരേജ് ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ അപ്പാ മാരേജ് കഴിപ്പിച്ചോളൂ പറഞ്ഞു. എനിക്ക് ശരി ഓക്കെ. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛൻ ഓക്കെ പറഞ്ഞു. അത് മുമ്പ് വലിയവൾക്ക് കല്യാണം കഴിപ്പിക്കണം, അതുകൊണ്ട് ചെറിയവൾക്ക് പിന്നെ കല്യാണം കഴിച്ചു. അങ്ങനെ ഹീറോയ്ക്ക് ചെക്കൻ നോക്കാനും കാര്യം പറഞ്ഞാണ്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു ജങ്കുക്ക് ഹീറോയിൻ്റെ അനിയത്തിക്ക് ഇനി ബേസാണ് കുറേ നാറാവും, അതുകൊണ്ട് ഹീറോയ്ക്ക് മാരേജ് ചെയ്യിപ്പിക്കാനെന്നും ജങ്കുക്കിൻ്റെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ വലിയ മോൾക്കന്നെ കല്യാണം കഴിച്ചു. അല്ല പ്രൊഫസർ ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല. ജങ്കുക്ക് ഓക്കെ ആണോ? ജങ്കുക്ക് ഓക്കെ ആണ് അച്ഛാ. അങ്ങനെ ഹീറോയ്ക്ക് ജങ്കുക്ക് മാരേജായി.
ജങ്കുക്ക് ഹീറോയിൻ നന്നായി ഹെൽപ്പ് ചെയ്യും. അന്ന് രണ്ടുപേർക്ക് മാരേജായി കളിച്ച് അങ്ങനെ രണ്ടുപേർക്ക് മാരേജായി. ഹീറോയിൻ പറയാൻ തുടങ്ങി ശരിയടാ നീ വാ. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ജങ്കുക്ക്. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛന് ഉള്ളത് കുറച്ച് ജങ്കുക്കിൻ്റെ അച്ഛൻ ഇപ്പോൾ ജങ്കുക്കിൻ്റെ അച്ഛൻ കുറച്ച് ഗ്രാമമാണ്, കുറച്ച് സിറ്റിയാണ്. ജങ്കുക്കിൻ്റെ അച്ഛൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് സംസാരിക്കും. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛൻ ദൂരെയാണുള്ളത്. അങ്ങനെ ജങ്കുക്കിൻ്റെ അച്ഛനും പോയി. അങ്ങനെ കൊണ്ട് അച്ഛനും പോയി. ജങ്കുക്ക് ഭയങ്കര സാഡായി പോയി. ഹീറോയെ സമാധാനമാക്കാൻ തുടങ്ങി. വിഷമിക്കണം ജങ്കുക്ക്. അങ്ങനെ അവർക്ക് രണ്ടുക്കൊന്നുമില്ല, വേറെ റൂമിലാണ് ജങ്കുക്ക് അതന്നെ താമസിക്കുന്നത്. ജങ്കുക്ക് അച്ഛൻ മാരേജ് അപ്പോൾ ജങ്കുക്കിൻ്റെ അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചു. ജങ്കുക്ക് നൈറ്റിലപ്പോൾ ജങ്കുക്കിനോട് ഹീറോയി ഉറങ്ങാൻ പറഞ്ഞു. ആ രാത്രി ഞാൻ പാല് കൊണ്ടുപോകുമ്പോൾ ഹീറോയി പറഞ്ഞു നീ കിടന്നുറങ്ങി വീടാന്ന്. ഹീറോയി അങ്ങനെ രണ്ടുപേരും ഉറങ്ങിയായിരുന്നു. ജങ്കുക്കും ആയിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് ജങ്കുക്ക് പോകാൻ തുടങ്ങി ക്ലാസ്സിക്ക്. അങ്ങനെയായിട്ട് ക്ലാസ്സൊക്കെ ഹീറോയിനോട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിക്കും. അച്ഛനും ഇല്ലാതായ കൊണ്ട് ജങ്കുക്ക് ഒന്ന് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്ക് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. നന്നായിട്ട് ക്ലാസ്സിലുള്ള ടോപ്പറായിട്ട് മാറി ജങ്കുക്ക്. കഷ്ടപ്പെട്ട് ജങ്കുക്ക് എപ്പോഴും ബസ്സിൽ പോവാം. കാറിലും ഉണ്ടായിരുന്നു. കാറിൽ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. ആർക്കും അറിയില്ല. ജങ്കുക്കിൻ്റെ ഫ്രണ്ട്സിന് മാത്രമായും മാരേജ് ആയത്. അങ്ങനെയായിട്ട് ഇപ്പോൾ എക്സാം വന്നു, അതിൽ പാസ്സായി. ജങ്കുക്ക് ഇപ്പോൾ 3rd ഇയറാണ് പഠിക്കുന്നത്. ഓളോട് ജങ്കുക്ക് മാരേജ് ആകുമ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ അല്ല 2nd ഇയറാണ് ഹീറോയിൻ ജോയിൻ ചെയ്തത്. അങ്ങനെ കൊണ്ട് ജങ്കുക്ക് ഇപ്പോൾ 3rd ഇയറാണ് പഠിക്കുന്നത്. ഓക്കെ ജങ്കുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ഓക്കെ അങ്ങനെ ജങ്കുക്ക് അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലാണ് താമസിച്ചത് ജങ്കുക്ക്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനമ്മ പറയാൻ തുടങ്ങി മോളെ എന്താ പ്രിയ ഞങ്ങൾക്ക് കുറച്ച് ജോബുണ്ട്. എൻ്റെ അങ്കിൾ ആൻറ്റി ഞങ്ങൾ ട്രിപ്പ് പോകണം, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് ഹീറോയിൻ്റെ അമ്മയച്ഛൻ പറഞ്ഞു. ശരി ഓക്കെ അമ്മച്ച നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛനമ്മയും പോയി ട്രിപ്പിക്ക് എൻജോയ് ചെയ്യാൻ പോയി.